ഞാൻ പിന്മാറിയിട്ടുണ്ടെങ്കിൽ എന്താവും? ഇന്നും എൻ്റെ വീട്ടിൽ ഒരു എന്താ പറയുക ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്നും നടത്തി. ഞാൻ രാവിലെ വീട്ടിൽ പോയി. ഫുൾ ഹാപ്പിയാണ് അവർ. മീൻസ് ആ കാര്യത്തിൽ തൃപ്തരാണ്. ഈ തൃപ്തി എത്തിക്കാൻ എത്ര പാടുപെട്ടിട്ടുണ്ടാവും. അത് നമ്മളെല്ലാവരും ഇങ്ങനെ പിൻവലിഞ്ഞു പോയാൽ എന്താവും? ഈ സമൂഹം മൊത്തത്തിൽ തെറ്റുകാരായിരിക്കൂലേ? കാലാകാലം ആ ഗംഗാവലിപ്പുഴൻ്റെ അടിയിൽ മറിഞ്ഞു കിടക്കൂലേ? ആ സമയത്ത് കുറെ മെസ്സേജുകളും അത്തരത്തിൽ തന്നെ മെസ്സേജുകളിനെക്കാട് ഞാൻ പറഞ്ഞ വീഡിയോസ്. അപ്പം മെസ്സേജ് എത്ര ഉണ്ടാവും? 10,000 മെസ്സേജാ. വണ്ടീന്റെ ഇൻഷുറൻസിന് വേണ്ടിയല്ലേ? അതെ അതെ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എന്താക്കി, ഇൻഷുറൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മളെ ആ ഒരു എന്താ പറയുക ഡെഡിക്കേഷൻ എന്താണെന്ന് അറിയില്ല, ഇവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ കർണാടക ഗവൺമെൻറ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ 1 കോടി റുപ്യ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വീട് വിറ്റിട്ടായാലും 1 കോടി കൊണ്ടുവരാന്ന് ഫാമിലി സെറ്റപ്പാണ് നമ്മളത്. ഫുൾ കൂട്ടുകുടുംബമാണ്. എല്ലാവരും പറഞ്ഞു മനാഫ് ധൈര്യത്തിൽ പറഞ്ഞോ 1 കോടി നമുക്ക് കൊടുക്കുക. വേറെ എവിടുന്ന് ഈ വിഷയത്തിൽ ഒരു 5 പൈസ ഒരു പിരിവ് പോലും 1000 ലക്ഷക്കണക്കിന് ആൾക്കാരെന്നോ പറഞ്ഞു എത്ര മനാഫ്ക പൈസ വേണ്ടി? പൈസ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഒരു മനുഷ്യനും വേണ്ടിയിട്ട് വാടകപ്പേരിലേക്ക് പോയി കിടക്കാൻ വരെ തയ്യാറാ. ഒരു പ്രശ്നമില്ല. ഇപ്പം ആ 1 കോടി റുപ്യ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്തത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ? പിന്നെ ഉണ്ട് വീഡിയോ വരുന്നത് 1 കോടി റുപ്യനെക്കാട്ടി മേലെ വിലയുള്ള എന്തോ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിച്ചു അതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത്ഭുതപ്പെടുക, എന്ത് മനുഷ്യന്മാരാ! 1 കോടി റുപ്യനെക്കാട്ടി വലിയ എന്തോ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് മനുഷ്യത്താണെന്നുള്ള ഇവർക്ക് മനസ്സിലായില്ല. ഈ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം എവിടെയാണ് പാളിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പാളിച്ച? അല്ല, രക്ഷാപ്രവർത്തനം വലിയ ദുരന്തമല്ലേ. പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കോർഡിനേഷൻ ഇല്ല. അതായത് ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടാവും. അയാളാണ് കറക്റ്റ് ഫോർവേഡിനും ബാക്ക് ഒക്കെ ഗോളിക്കും ഒക്കെ പാസ് ഇട്ട് കൊടുക്കുക ഈ മിഡ്ഫീൽഡറാണ്. അതുപോലത്തെ ഒരു മിഡ്ഫീൽഡർ അവിടെ ഇല്ലേ? ആർക്കും അറിയില്ല ആരെന്ത് ചെയ്യണം. NDRF ചോദിച്ചാൽ NDRF എനിക്കറിയില്ല, നമ്മളോട് ഈ പണി എടുക്കാൻ പറ്റും. അതായത് ഒരു ഇതില്ല. അതൊരു വലിയ പാളിച്ചായി. ആ പാളിച്ചേൻ്റെ പുറമെ ഒരു ദുരന്തം നടക്കുമ്പോൾ നമുക്ക് പ്ലാൻ ABCDZ വരെ റെഡി ആവണം. അത് വരിയായി നിന്നിരിക്കണം. ഒരു മെഷീനിൽ കൊണ്ടുവന്ന് അത് ഫെയിലായാൽ പിന്നെ അടുത്ത മെഷീന് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പിന്നെ അത് വരണം. അതുവരെ നമ്മളെല്ലാവരും മേലോട്ട് നോക്കിക്കണം. അങ്ങനെയുള്ള ഇവർക്ക് ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെ ഭയങ്കര പോരായ്മ ഉണ്ടായിരുന്നു. പിന്നെ അത് ആരെങ്കിലും പെരടിക്ക് ഇടണമല്ലോ, ബ്ലെയിം ചെയ്യണമല്ലോ കുറ്റം. അതിന് കണ്ട പാവത്തങ്ങളെ പേരിലേക്ക് ഇടുക. അതന്നെ ആലോചിച്ചാൽ പോരെ. ഒരു SP പറയുകയാണെങ്കിൽ രഞ്ജിത്ത് ഇസ്രായേൽ വന്ന് അങ്ങനെ ചെയ്ത് ഇയാൾ എന്താ ചെയ്യാനാ? ഈ SP എന്താ ചെയ്യണേ? അപ്പോൾ ആ പാവത്തിന്റെ പേരിലിട്ടിട്ട് എന്താ കാര്യം? അങ്ങനെ ഉണ്ടല്ലോ. രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുവരുന്നതും ആ സമയത്ത് ചേട്ടന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ഇസ്രായേലിൽ ഒരു വിശ്വാസം ചേട്ടൻ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ? കാരണം രഞ്ജിത്ത് ഇസ്രായേലിനെ പലതവണ തടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ദുരന്ത ഭൂമിയിൽ ഞാനും എൻ്റെ ബ്രദേഴ്സും അർജുൻ്റെ ഫാമിലിയും നിസ്സഹായരെ. നമുക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ല. കുറച്ച് കോമൺ സെൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ട് ഇതിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫസ്റ്റ് ഓടി എത്തിയ ആൾ രഞ്ജിത്ത് ഇസ്രായേലാണ്. അത് ഞാൻ 24-ൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ മറുതലക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ്. എനിക്ക് അയാളെ അത്രേ പരിചയമുള്ളൂ. സംസാരവും കാര്യങ്ങളും ഞാൻ കേട്ടപ്പോൾ എനിക്ക് എന്താക്കി, ഓക്കെ ആ കാര്യങ്ങൾ കേട്ട് ആ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു, മനാഫ്ക ഞാൻ വരാൻ തയ്യാറാണ്, രക്ഷാദൗത്യം ഞാനും കൂടി പങ്കെടുക്കാണ്. ഫൈൻ, നമുക്ക് ഒരാൾ ആവശ്യമാണ്. അപ്പം പുള്ളിക്കാരൻ രാവിലെ തന്നെ എത്താനോ ശ്രമിച്ചു, ഉച്ച കഴിഞ്ഞിങ്ങനെ എത്താൻ. ഓക്കെ, അതിന് ഞാനൊരു പോരാട്ടം നടത്തിയിരിക്കുന്നു അവിടെ. ആ ട്രെയിന്
അങ്കോലയിൽ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരന് സ്റ്റോപ്പില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ കളിയും കളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല രഞ്ജിത്ത് ഇസ്രായേൽ സർട്ടിഫിക്കറ്റൊക്കെ അടക്കാൻ വന്നത്. അയാൾ ദുരന്തഭൂമിൻ്റെ അടുത്ത് എത്തണ തന്നെ പല ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തുമ്പോൾ ഇന്നടിക്കുക. അതായത് മീഡിയാസിന് മുന്നിൽ നിന്നും ഞാൻ ഇന്നടിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റത്തെ ഗേറ്റിൽ. പിന്നെ 2 ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ. ഇത് സ്പോട്ടിലെത്തി. അപ്പോൾ അവിടുന്ന് SP വന്ന് അടിക്കുക. അവിടെ ആരുമില്ല, ഒരു മീഡിയാസും ഇല്ല, ധൈര്യമാണ്. അപ്പോൾ അടിക്കുന്നതിന് മുമ്പേ ഇവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എടുത്തിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എങ്ങനെ നിങ്ങൾ ചോദിക്കുക, നമ്മളാവശ്യമാണ് ഇന്ന ആളെ, കേരളത്തിൽ നിന്ന് വന്നാണ് എന്നിട്ട് പിന്നെ അത് എന്തായാലും സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ അടിയും കഴിഞ്ഞ് ഓനെ ഉള്ളോട്ട് കയറിയോടുകൂടി പിന്നെ അടിയായി പോലീസിനും. പിന്നെ ആ അടിയിൽ കുറച്ച് ബുദ്ധി തോന്നി, വേഗം വീഡിയോ എടുത്ത് വെക്കാണ്. കാരണം ജനങ്ങൾ അറിയണം എന്തൊക്കെ അവിടെ നടക്കണമെന്ന്. ഒരു ഫൈനൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞ് പൂതി ഉള്ളിടത്തോളം അടിച്ചോളി, പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിൽ എന്താ പറയുക ഇതാണ്. അപ്പം ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേ ദിവസമായി അടിക്കണേ. നമ്മൾ പ്രതികരിക്കില്ല വിചാരിച്ചിട്ട് നമ്മൾ മോശക്കാരനല്ലല്ലോ. ഇപ്പം SP ആയാലും ഇപ്പം നമ്മൾ കണ്ടില്ലേ PV അൻവർ സാറ് SP-ന് വരെ അത് ഇത്ര ഉള്ളൂ വില എന്നുള്ളത്. പോലീസ് ആയിക്കോട്ടെ പട്ടാളായിക്കോട്ടെ ഇതൊക്കെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള. ഞാൻ ഈ വിഷയത്തിൽ എനിക്കൊരു ആളെയും പേടിയില്ല. ഞാൻ ജനാധിപത്യ രാജ്യത്താണ് വിശ്വസിക്കുന്നത്, ജീവിക്കുന്നത്. ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജനങ്ങളാ രാജാവ്, ആ ബോധം എനിക്കുണ്ട്. അതുപോലെ മാൽപ്പയുടെ വരവ് അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതെന്താ പിന്നെ എന്താ ചെറിയൊരു വിഷയം ഉണ്ടായി. രഞ്ജിത്ത് ഇസ്രായേലിന് ദൗത്യം കംപ്ലീറ്റ് ചെയ്യാതെ പോകേണ്ടി വന്നു. കാരണം മലയാളി അതെന്നുള്ളൊരു പ്രശ്നം ഭയങ്കര ഈഗോ ഭയങ്കര അവിടെ. അപ്പോൾ മലയാളികളെല്ലാവരും ഒഴിവാക്കി. അപ്പോൾ പ്ലാൻ B നമ്മളെന്താക്കി, ഈശ്വർ മൽപ്പനെ അവിടെ കൊണ്ടുവന്നു. ഈശ്വർ മൽപ്പൻ്റെ കൂടെ മലയാളികളെ ഇറക്കി, കന്നഡക്കാരായി. ഈശ്വർ മൽപ്പൻ നേതാവുണ്ടല്ലോ, അയാൾ ഭയങ്കര മനുഷ്യനാണ്. അയാളെ ഞാൻ വിളിക്കുക മാജിക് മൽപ്പ എന്നാണ്. അയാൾ അത്ഭുതങ്ങൾ കാണിക്കും, കഴിവുണ്ട്, ധൈര്യമുണ്ട്. അതുപോലെ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ അയാൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ അർജുൻ്റെ അവസാനത്തെ യാത്രയിൽ എൻ്റെ വാശിന് ഈശ്വർ മൽപ്പ ഉണ്ടാവണം കൂടെ. അതുകൊണ്ട് ആ ആംബുലൻസിൽ തന്നെ നമ്മൾ കയറ്റി. അത് ഒരു നിയോഗ ആ ആംബുലൻസ് വരിക. നമ്മളൊരു കാര്യമുണ്ട്, നമ്മൾ ജനങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, വിജയിച്ചു കഴിഞ്ഞാൽ 100 കൂട്ടം ആളുകൾ നമ്മൾ കൂടെ ഉണ്ടാവും, ആയിരക്കണക്കിന് ആളുണ്ടാവും, കോടാനകോടി ആളുണ്ടാവും. വിജയിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഈ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഭയങ്കര ഒരു ദീർഘമായ ഒരു സമയം, നമ്മളൊരു കഷ്ടപ്പാടിൻ്റെ സമയമായിരിക്കും, പരീക്ഷണത്തിൻ്റെ, അപമാനത്തിൻ്റെ. ഈ സമയത്ത് നമ്മളെ കൂടെ ആരുണ്ട്? വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരെ ചേർത്ത് പിടിക്കണം. ഞാൻ ആ കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം ആ യാത്രയിൽ, അർജുൻ്റെ അവസാനത്തെ യാത്രയിലേക്ക് പങ്കെടുപ്പിക്കാൻ. പക്ഷെ അവൻ്റെ ട്രെയിന് മിസ്സായിപ്പോയി. ഇന്ന് വന്ന് കണ്ട് എല്ലാം കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി. ഓരോ ആൾക്കാരും, രേവന്ത് ബാബു ഒരു ക്യാരക്ടറാണ്, തൃശ്ശൂരുകാരനെ. ഞാൻ മുന്നേ പരിചയമില്ല, ഞാൻ സംശയത്തോടു കൂടി കണ്ട പാവ. അവിടെ ഒരു കടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകൾ. കാർവാർ MLA ആ കൂട്ടത്തിൽ നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, അയാൾ നമ്മൾ നന്നാക്കി എടുത്താണെന്ന് പറയുവാണെങ്കിൽ അയാൾക്ക് പിന്നെ തോന്നി കഴിയൂല ഇവരുടെ അടുത്തുനിന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കറിയാം അപ്പം ഇട്ട് പോവില്ല. മറ്റേ നമ്മളെ കോഴിക്കോട്ടിലൊരു എറുമ്പുണ്ട്, നീറെന്ന് പറയും, കടിച്ചാൽ അവിടെ കടിച്ചു പിടിച്ചു. അതേമാതിരി നമ്മൾ വിടാതെ പിന്തുടർന്ന്. ഞാൻ 72 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് 72 ദിവസം ഉറക്കൂല.
ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുക. നമുക്കൊരു ഒരു കാര്യമായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അതിനെതിരെ ശബ്ദം ഉയർത്തണം. ഞാൻ ഇതിന് മുമ്പ് ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ഒരു ഫയറുണ്ട്. ഞാനത് കൃത്യമായിട്ട്, എനിക്ക് ഇന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഓനെ കിട്ടിയോട് കൂട്ടിയിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട്. ഈ ആരോപണങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ കേരളത്തില് നിന്നെത്തിയ ആളുകൾ പറഞ്ഞ സ്ഥലത്ത് മണ്ണ് മാറ്റിയത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം പാളിയത് എന്ന് പറഞ്ഞിട്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതൊരു ആരോപണം മാത്രമായിരുന്നു. ഇവരെന്താക്കാണ്, നമ്മളെ മണ്ണ് മാന്തി നമ്മളാണ്, JCBന്റെ ഡ്രൈവർമാര് നമ്മളാണോ? അല്ല, ഇവന്മാര് ചെയ്തതാണ്. പക്ഷെ അതിലൊന്നും നമുക്കൊരു പരാതിയുമില്ല. കാരണം അന്നത്തെ ഗംഗാവലിപ്പുഴ എന്ന് പറയുന്നത് ഏകദേശം മരമൊക്കെ ഇങ്ങനെ പോണ സ്പീഡ് കാണണം, അത്ര കുത്തി ഒലിച്ച് പോണ ഒരു പുഴയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയണ, ആ പുഴയിലാണ് അർജുൻ്റെ വണ്ടിയിൽ അർജുൻ സേഫായി നിന്നത്. ആലോചിക്കുമ്പോൾ അത്ഭുതം. ഈവൻ ആ തക്കാളി ഉള്ളി പോലും കേട് നിന്നിട്ടില്ല അത്ര ദിവസമായിട്ട്. എന്താ അത്ഭുതം എന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ പുഴ കാണുമ്പോൾ പേടിയാവും. ആ പുഴയിൽ നേവി ശക്തമായി തിരയുണ്ട്. നേവി ആരോടും മിണ്ടുമൊന്നുമില്ല. ഓരോരോ